ഹലോ ഫ്രണ്ട്സ്, കേരളത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗിൻ്റെ രംഗത്തെ ഏറ്റവും വലിയ സ്ഥാപനമായ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന്റെ ഒരു ബോൺസായി അല്ലേ? പ്പോ ഈ ഒരു ചെടി കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ, ഇതിനെന്താ പറയാ, ഇത് ഫൈക്കസിന്റെ ബോൺസായി. അപ്പൊ ഈ ബോൺസായിൽ ആ ഒരു ഷേപ്പ് ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണത്? തന്നെ ഉണ്ടാവണതാണോ? നമ്മളൊരു അതിനനുസരിച്ച് അതിനെ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് അല്ലേ? ഈ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുന്നത് ഗ്രൂം ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ലീഫുകൾ അതിൽ വേറെ പിടിപ്പിക്കണാണ്. ഓക്കെ. ഏകദേശം ഇതൊരു എത്ര പഴക്കമുണ്ടാവും? 60 ഇയേഴ്സോളം ഇതിന്റെ പഴക്കത്തിനനുസരിച്ചിട്ടാണ് ആക്ച്വലി ബോൺസായുടെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളുടെ കിടപ്പ് കിടക്കുന്നത്. നമുക്ക് മനസ്സിനും നമ്മുടെ വീടിനും ഭംഗിയും കുളിർമയും ആസ്വാദനവും നൽകുന്ന ഒരുപാട് സസ്യങ്ങൾ നല്ല ജൈവ രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മരം ഉണ്ടല്ലോ, ഇത് ബോൺസായി വിഭാഗത്തിൽപ്പെട്ട ഒലിവ് മരമാണ് കേട്ടോ. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് 1000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയണത്. 1000 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക? അത്രയും പഴക്കമുള്ള ബോൺസായി വിഭാഗത്തിൽപ്പെട്ട ഒലിവ് മരമാണ് കേട്ടത്. നോർമൽ ട്രീസിലൊന്നും ബോൺസായി ഉണ്ടോ? ഫൈക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, ആലിൻ്റെ വേറൊരു, നമ്മുടെ പേരാല്, അരയാല്, ഇതൊക്കെ ഇതിൽപ്പെട്ട ഡിവിഷൻസ് തന്നെയാണ്. ഇത് നമ്മളൊരു വീടിൻ്റെ ആ ഒരു എന്താ പറയുക, ഗാർഡനൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴേ ഇതുപോലെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് തരും അല്ലേ? നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ എവിടെയാണെങ്കിലും ഡെലിവറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വന്ന് സെറ്റ് ചെയ്ത് തരുമോ, അതോ ഇവിടുന്ന് വണ്ടിയിൽ കൊടുത്താക്കിയുള്ളൂ? അത്രേ ഉള്ളൂ. നിങ്ങൾ വന്ന് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലേ? ഇതൊക്കെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് നമുക്ക് തന്നെ കൊണ്ടുപോയിക്കാൻ പറ്റും. ഇങ്ങനത്തെ വലിയ സാധനങ്ങൾ ഇപ്പോൾ സാധാരണക്കാരൻ ആർക്ക് മനസ്സിലാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആരാണോ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് തന്നെ ചെയ്യാവുന്ന സംഗതികളേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ. നേഴ്സറി ഫീൽഡിൽ ഇത് പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത്ര ഭയങ്കര ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ഒരുപാടുണ്ട്. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇത് പൈസ കൂടുന്നില്ല. നമ്മുടെ മെയിൻ്റനൻസിന്റെ കോസ്റ്റ് നല്ലത് കൂടുന്നില്ല. ഇപ്പൊ നേഴ്സറി ബിസിനസ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഒരു 100 രൂപയുടെ ചെടി ഇന്ന് മേടിച്ചുകൊണ്ട് വെച്ചു, അത് കവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ 100 എന്നുള്ളത് 100% മുകളിൽ വരും. കാരണം ഇത് 500 രൂപയ്ക്ക് വിൽക്കാം. അത് ഭയങ്കര പ്രോഫിറ്റായി. ഇപ്പൊ നിങ്ങളിപ്പോൾ വില ചോദിച്ചിട്ട് പോയ 8 ലക്ഷത്തിന്റെ ബോൺസായി ഇപ്പം നാളെ മേ ബി നമുക്ക് വിൽക്കാൻ പറ്റിയില്ല, നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അതിനൊരു മാർക്കറ്റ് വില അതാവുള്ളൂ. കാരണം അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുന്നില്ല, കാരണം അത് അങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ വലിയ ഹ്യൂജ് എമൗണ്ട്. പക്ഷേ ആ ഒരു ചെടിയുടെ പ്രൈസ് കൊണ്ട് ഇപ്പം നമ്മൾ കേരളത്തിൽ ഒരു നേഴ്സറി തുടങ്ങാം. 7 lakh rupees കൊണ്ട് സുഖമായിട്ട് നമുക്കൊരു ചെറിയ നേഴ്സറി പ്രൊഡക്ഷൻ. പിന്നെന്താ
പ്രീമിയം കാറ്റഗറിയാണ്. എല്ലാ ഫീൽഡിലും ആള് വേണമല്ലോ. അല്ല എല്ലാറ്റിലും കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. ഉറപ്പായിട്ടും നമ്മളിപ്പോ നിങ്ങളിപ്പോ 10 കൊല്ലമായിട്ട് അല്ല കസ്റ്റമർ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒലിവ് യൂറോപ്പിൽ പോയി കൊണ്ടുവരുമ്പോൾ ഒരു കണ്ടെയ്നർ ഒലിവ് എടുക്കുന്നതിന് വെരി ഹ്യൂജ് മണിയാണ്. പിന്നെ ഇതിപ്പോ 16 പിന്നെ ഇതൊക്കെ നമ്മളൊരു ഫീൽഡിൽ എത്തി കഴിയുമ്പോൾ നമ്മൾ ബിസിനസ് നമുക്കിതൊരു പ്രാന്താ. അതാണ് പാഷനാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അതാണ് പാഷനില തുടങ്ങി. ഇപ്പൊ പാഷൻ എന്ന് പറയാൻ പറ്റില്ല, പ്രാന്ത് തന്നെ പറയാൻ രീതിയിലാണ്. വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ ഇന്ന് വൈകുന്നേരം ഇപ്പൊ ഞാൻ പോവാം. നമുക്ക് യാത്ര ഉണ്ട്. കാരണം നമ്മുടെ ഫീൽഡിൽ അതാണ്. ഈ ഒലിവ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എത്ര? ഇതിപ്പോ ജസ്റ്റ് ഒരു 2 months ആവും. ഇത് ഷിപ്പിലാ വരാം. ഇത് എല്ലാം ഇവിടെ എല്ലാ ഐറ്റംസും ഷിപ്പിൽ തന്നെ വരും. കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയിലില്ല, നമ്മൾ ചെന്നൈയിലെ ക്ലിയറൻസ് ഉള്ളൂ. കാരണം നമ്മുടെ ക്വാറന്റൈൻ അവിടെയാണ്. പിന്നെ കൊച്ചിയിലേക്കൊന്നും ഡയറക്റ്റ് വെസലൊന്നുമില്ല. നമ്മൾ സാധനം എടുത്ത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ഇറക്കി വെച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇവിടെ നിന്ന് ലോഡ് ഡയറക്റ്റ് വെസലുള്ള സ്ഥലത്ത് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്നുണ്ടാവൂലേ? നമ്മുടെ ക്വാറന്റൈൻ ഓഫീസും നമുക്ക് അവിടെ ക്വാറന്റൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തേക്കണം അവിടെ. കാരണം നേരത്തെ പോലെ അങ്ങനെ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. കാരണം ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തായിരിക്കും. പിന്നെ അതിനൊക്കെ നല്ലത് അവിടെ തന്നെ. പ്രശ്നങ്ങളൊക്കെ അറിയാം. ഇവിടത്തേക്ക് നല്ലത് അവിടെ തന്നെ തീർച്ചയായിട്ടും. ചെന്നൈയിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നല്ലേ ഉള്ളൂ. അതൊക്കെ എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ പോട്ടറി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊച്ചിയിൽ നമ്മൾ കൊണ്ടുവരും. അല്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് മലപ്പുറം ജില്ലയിൽ ഇഷ്ടം പോലെ മിക്ക പ്രൊജക്റ്റിലേക്ക് നമുക്ക് എടുക്കാം. കാരണം അവർക്ക് ഈ ഒരു സാധനം വേണം. തോന്നുന്നത് ഇവിടെ അല്ലാതെ വേറെ ഉണ്ടോ കേരളത്തിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്യാറില്ല. ദൈവം നമുക്ക് എന്നാ വെച്ചാൽ കേരളത്തിലെ കസ്റ്റമർ മാത്രമല്ല, കേരളത്തിലെ കസ്റ്റമർ വെച്ചുകൊണ്ട് ഒരാൾ ഇത് ഇൻവെസ്റ്റ് ചെയ്താലും ഒരു ഇതാണ്. പക്ഷെ ഇത് നമുക്കൊരു സർക്കുലേഷൻ നടക്കണമെങ്കിൽ പുറത്തുനിന്നുള്ള ക്ലയൻസ് കൂടി ആൾക്കാർ ഇത്ര എല്ലാ സൈഡിലേക്കും വരുന്നുള്ളൂ. ബൈ ട്രക്ക്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോജക്റ്റ് ഇപ്പൊ കൊൽക്കട്ടയിലാണ്. അപ്പൊ നമ്മുടെ മാന്യവാർ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡ്രസ്സിന്റെ നമ്മളിപ്പോ ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. നമ്മള് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നില്ല, സപ്ലൈ നമ്മളാ ചെയ്യുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഇങ്ങനെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? ഒന്നുപോലെ തേർഡ് മാർക്കറ്റ് വലിയതാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സജഷനുമായിട്ട് കൊടുക്കുക. കാരണം ഇതിനകത്ത് ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ട്. നമ്മുടെ പേര് കളയുന്നതായതുകൊണ്ട് നമ്മൾ ആരെയും സജഷൻ കൊടുക്കാറുള്ളൂ. സജഷൻ കൊടുക്കും. ഇപ്പൊ നമ്മളിവിടെ വന്ന് സ്ഥിരം എടുക്കും. ഇവിടെ ബേസിക്കാരാണല്ലോ മെയിനായിട്ട് വരുന്നത്. അവരെല്ലാവരും ഡീറ്റെയിൽ കൊടുക്കും. അപ്പൊ ക്ലയന്റിന് അവിടെ നിന്ന് അവരിൽ നിന്ന് ചൂസ് ചെയ്യാം ആരാ പറ്റുന്നത്. നമ്മളതിന്റെ റെഫർ ചെയ്യണ്ട. കസ്റ്റമറെ സംബന്ധിച്ച് നല്ല സാധനം കിട്ടാണെങ്കിൽ ആര് ലാൻഡ്സ്കേപ്പ് ചെയ്താലും ഭംഗി ആവൂലോ. അതിനകത്തൊരു പിന്നെ പഴയ ലാൻഡ്സ്കേപ്പുകാരുടെ ചിന്താഗതി ഒന്ന് മാറി വന്നാൽ മതി. ഇപ്പൊ ഒരു വീടിന് ലാൻഡ്സ്കേപ്പ് ഇട്ട് കഴിഞ്ഞാൽ നേരെ ആദ്യം ചിന്തിക്കുന്നത് കുറച്ച് ഗോൾഡൻ പാമ്പ് കലാത്തിലൂട്ടിയ അല്ലെങ്കിൽ പിന്നെ എല്ലാരും ചെയ്യുന്നത് അങ്ങനെ ചിന്തിച്ച് വരുന്നത്. കുറച്ച് ആൾക്കാർ ചിന്തിച്ച് വരുന്നുണ്ട്. അത് വന്നാലാണ് അതിനകത്തൊരു മാറ്റം വരും. കാരണം 30 കോടി 40 കോടിയുടെ വീട് വന്നിട്ട് ലാൻഡ്സ്കേപ്പിൽ 1 ലക്ഷം ആക്കാൻ വേണ്ടിട്ട് 2 ലക്ഷത്തിൽ അയക്കാൻ വേണ്ടിട്ട് യുജീന കുത്തിക്കയറ്റി വെക്കുമ്പോൾ കാരണം അത് നോർമൽ കസ്റ്റമർ അല്ല. 30 കോടിയുടെ വീട് പണിയുന്നതിന് അതിന്റേതായ വാല്യൂ ലാൻഡ്സ്കേപ്പിലും കൊടുക്കണം. അത് ട്രെൻഡ് മാറി വരണം. അത് വന്നാലാണ് നമ്മളെ പോലുള്ള ഇങ്ങനെ ഈ സാധനം നിങ്ങൾക്ക് ഇവിടെ വലിയത് വെക്കല് തുടങ്ങിയിരിക്കണം. ഒരു ട്രെൻഡായി വന്നു. അല്ല വലുത് വെക്കുന്ന തുടങ്ങുന്നത് ഇപ്പൊ നിങ്ങളെ വീട് പണിയുമ്പോൾ തോന്നെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് സാധനം വെച്ചാലും നിങ്ങളുടെ അടുത്തുള്ള അത് ഭംഗിയാവൂല. അപ്പൊ എന്താ അത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ പണ്ട് ബോൺസായി ഒക്കെ നമ്മളിപ്പോ ഈ വലിയ ബോൺസായി ഇമ്പോർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ കേരളത്തിൽ വളരെ മാർക്കറ്റ് കുറവായിരുന്നു. പിന്നെ ട്രെൻഡായി ഇപ്പൊ എല്ലാവരും വെച്ചു തുടങ്ങി. അതില്ലാതെ ഒരു ലാൻഡ്സ്കേപ്പ് ഇല്ല. മാറ്റം വരും. അങ്ങനല്ലേ ഒരാണ് ചെയ്ത് കണ്ടാലാണ് മറ്റാൾക്ക് അതിങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ നമ്മളത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് അത് പോയി കാണണം, അല്ലെങ്കിൽ ഇതെന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരു താല്പര്യം. ഈവൻ ഇപ്പൊ ഞങ്ങൾക്ക് ഈ ഫീൽഡിൽ അല്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് തന്നെ തോന്നും. പിന്നെ നമ്മളിപ്പോ പല രാജ്യങ്ങൾ നമ്മൾ സഞ്ചരിച്ച് അവിടെ കാണുന്നത് കൊണ്ടുവരുന്ന ഒരു സ്ഥലത്ത് വന്നാൽ കുറെയൊക്കെ നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് അല്ല. ഒന്നും ആർക്കും പറ്റില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ.